കേരളത്തിലെ സ്ത്രീജനങ്ങൾ കാത്തിരുന്ന വളരെ പ്രധാനപ്പെട്ട അറിയിപ്പാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. ഭർത്താവിനെ നഷ്ടപ്പെട്ടവർക്കും ഭർത്താവ് ഉപേക്ഷിച്ചവർക്കും മറ്റ് വരുമാന മാർഗങ്ങളില്ലാത്ത ദരിദ്ര സ്ത്രീകൾക്ക് സാമ്പത്തിക സുരക്ഷ നൽകുക എന്ന ലക്ഷ്യത്തോടെയായിരുന്നു സ്ത്രീ സുരക്ഷാ പദ്ധതി ആരംഭിച്ചിരുന്നത്. തുടക്കത്തിൽ ഈ പദ്ധതി ഏകദേശം 31 ലക്ഷത്തോളം സ്ത്രീകളെ ലക്ഷ്യമിട്ടാണ് പ്രഖ്യാപിച്ചത്. കേരളത്തിലെ 1/3 വീട്ടിലെങ്കിലും ഈ പെൻഷന്റെ ഗുണം എത്തിക്കണം എന്നതായിരുന്നു സർക്കാരിന്റെ ഉദ്ദേശം. വാർഡ് തലത്തിൽ അപേക്ഷകൾ ക്ഷണിച്ചു, ഡാറ്റ ശേഖരിച്ചു, ലിസ്റ്റുകൾ തയ്യാറാക്കി. പക്ഷേ പദ്ധതി പൂർണ്ണമായി നടപ്പിലാക്കുന്നതിന് മുമ്പ് സർക്കാർ മാറി. പുതിയ സർക്കാർ അധികാരത്തിൽ വന്നതോടെ ഈ പദ്ധതിയുടെ ഭാവിയെക്കുറിച്ച് വലിയ ആശങ്കകൾ ഉയരുന്നു. ഈ ആശങ്കകൾ തന്നെയാണ് 2026 നിയമസഭാ സമ്മേളനത്തിൽ വലിയ ചർച്ചയ്ക്ക് വഴിവെച്ചത്. ഇന്നത്തെ ഈ വീഡിയോയിലൂടെ സ്ത്രീ സുരക്ഷാ പെൻഷന്റെ ഭാവി എന്താണ്, സർക്കാരിന്റെ നിലപാടുകൾ എന്തൊക്കെയാണ്, ഇനി ആർക്കൊക്കെ തുക ലഭിക്കും, തുക ലഭിക്കാതിരിക്കാനുള്ള കാരണങ്ങൾ, കുടിശ്ശിക തുക ലഭിക്കുമോ തുടങ്ങിയ വിശദ വിവരങ്ങളാണ് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. അതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് മുഴുവനായിട്ട് കാണാം. 2026 ജൂണിലെ നിയമസഭാ സമ്മേളനത്തിലാണ് സ്ത്രീ സുരക്ഷാ പെൻഷൻ വിഷയം ആദ്യം ഉയർന്നു വന്നത്. പ്രതിപക്ഷ നേതാക്കളായ SC മൊയ്തീനും പിണറായി വിജയനും ചേർന്നാണ് ഈ പദ്ധതി സർക്കാർ നിർത്താൻ പോവുകയാണോ എന്ന ചോദ്യം സഭയിൽ ഉന്നയിച്ചത്. തെരഞ്ഞെടുപ്പിന് മുമ്പ് പ്രഖ്യാപിച്ച പദ്ധതി ആയതുകൊണ്ട് അധികാരം മാറിയപ്പോൾ അത് അട്ടിമറിക്കപ്പെടുമോ എന്ന പേടി സാധാരണക്കാർക്കിടയിലുണ്ട്. അതിന്റെ പ്രതിഫലനമായിരുന്നു ഈ ചോദ്യം. ഈ ചോദ്യത്തിന് മറുപടിയായി മുഖ്യമന്ത്രി VD സതീശൻ സർക്കാരിന്റെ നിലപാട് വ്യക്തമാക്കി. അദ്ദേഹം പറഞ്ഞത് സ്ത്രീ സുരക്ഷാ പെൻഷൻ പദ്ധതി അവസാനിപ്പിക്കില്ല, പക്ഷേ നിലവിലുള്ള ഗുണഭോക്തൃ പട്ടികയിൽ ഉയർന്ന പരാതികളും അപാകതകളും ഉള്ളതുകൊണ്ട് കർശനമായ പരിശോധനയ്ക്ക് ശേഷമേ അന്തിമ തീരുമാനമെടുക്കൂ എന്നതാണ്. സർക്കാർ പറയുന്നത് പൊതുഖജനാവിലെ പണം ദുരുപയോഗം ചെയ്യരുത് എന്നതാണ്. അർഹതയില്ലാത്തവർക്ക് പണം പോകുന്നുണ്ടെങ്കിൽ അത് തടയണം. അതുകൊണ്ടാണ് വീണ്ടും ഒരു പരിശോധന നടത്തുന്നു എന്നാണ് അവരുടെ ന്യായം. ഈ പരിശോധനയുടെ റിപ്പോർട്ട് വന്ന ശേഷം മാത്രമേ അന്തിമ ഗുണഭോക്തൃ പട്ടികയും പെൻഷൻ വിതരണ തീയതിയും സംബന്ധിച്ച് തീരുമാനമെടുക്കൂ എന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കി. എന്തുകൊണ്ടാണ് സർക്കാർ ഈ പദ്ധതിയെക്കുറിച്ച് വീണ്ടും പുനർപരിശോധന വേണമെന്ന് പറയുന്നത്? ഒന്നാമത്തെ കാരണം ഗുണഭോക്താക്കളുടെ എണ്ണത്തിൽ വന്ന വലിയ കുറവാണ്. തുടക്കത്തിൽ 31 ലക്ഷം പേരെ ലക്ഷ്യമിട്ട പദ്ധതിയിൽ പ്രാഥമിക പരിശോധനകളും ഡാറ്റ ക്ലീനിംഗ് കഴിഞ്ഞപ്പോൾ ആ സംഖ്യ 16 ലക്ഷമായി കുറഞ്ഞു. അതായത് 15 ലക്ഷത്തോളം ആളുകളെ പട്ടികയിൽ നിന്ന് ഒഴിവാക്കി. ഇത്രയും വലിയ കുറവ് വന്നതിന്റെ കാരണം എന്താണെന്ന് സർക്കാർ അന്വേഷിക്കുന്നുണ്ട്. രണ്ടാമത്തെ കാരണം അർഹതയില്ലാത്തവർ പട്ടികയിൽ ഉൾപ്പെട്ടതാണ്. ഫീൽഡ് പരിശോധന ശരിയായി നടന്നില്ലെന്നാണ് സർക്കാരിന്റെ കണ്ടെത്തൽ. ഭർത്താവ് ജീവിച്ചിരിക്കുന്നവർ, സർക്കാർ ജീവനക്കാരുടെ ഭാര്യമാർ, മാസം 30,000 രൂപയിൽ കൂടുതൽ വരുമാനമുള്ളവർ, മറ്റ് ക്ഷേമ പെൻഷൻ വാങ്ങുന്നവർ എന്നിവരുടെ പേരുകൾ പോലും പ്രാഥമിക ലിസ്റ്റിൽ കയറിയിട്ടുണ്ട്. ഇത് സാങ്കേതിക പിഴവ് മാത്രമല്ല, മറിച്ച് ചിലയിടങ്ങളിൽ മനഃപൂർവ്വമായ കൃത്രിമം ആണെന്നും സർക്കാർ ആരോപിക്കുന്നു. മൂന്നാമത്തെ കാരണം ഫീൽഡ് പരിശോധനകളുടെ കുറവാണ്. പല പഞ്ചായത്തുകളിലും വാർഡ് മെമ്പർമാരും വില്ലേജ് ഓഫീസർമാരും നേരിട്ട് വീടുകളിൽ പോയി പരിശോധിക്കാതെ കടലാസിൽ മാത്രം പേരുകൾ എഴുതി കൂട്ടി. അതുകൊണ്ടാണ് ഇത്രയും പിഴവുകൾ സംഭവിച്ചത്. ഈ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് സർക്കാർ പറയുന്നത് 16 ലക്ഷം ആളുകളുടെ ലിസ്റ്റ് വീണ്ടും പരിശോധിക്കും. ആർക്കൊക്കെ യഥാർത്ഥത്തിൽ അർഹതയുണ്ട് എന്ന് ഉറപ്പിച്ച ശേഷം മാത്രമേ പെൻഷൻ നൽകൂ. ഈ പ്രക്രിയയ്ക്ക് 2 മുതൽ 3 മാസം വരെ എടുത്തേക്കാമെന്നും പറയുന്നുണ്ട്. സർക്കാരിന്റെ ഈ നിലപാടിനെ പ്രതിപക്ഷം ശക്തമായി എതിർത്തു നിന്നു. SC മൊയ്തീൻ, പിണറായി വിജയൻ എന്നിവരുടെ നേതൃത്വത്തിൽ പ്രതിപക്ഷം 3 പ്രധാന ആരോപണങ്ങൾ ഉന്നയിച്ചു. ചുരുക്കത്തിൽ പറഞ്ഞാൽ സ്ത്രീ സുരക്ഷാ പെൻഷൻ പദ്ധതി നിർത്തിയിട്ടില്ല, പക്ഷേ ഉടൻ നടപ്പിലാക്കുന്നുമില്ല. സർക്കാർ നടത്തുന്ന ഭരണപരമായ പരിശോധനയുടെ ഫലത്തെ ആശ്രയിച്ചായിരിക്കും പദ്ധതിയുടെ ഭാവി. പരിശോധന പൂർത്തിയായ ശേഷം മാത്രമേ അന്തിമ ഗുണഭോക്തൃ പട്ടികയും വിതരണ തീയതിയും സംബന്ധിച്ച് കൂടുതൽ വ്യക്തത വരുമെന്നാണ് മുഖ്യമന്ത്രി നിയമസഭയിൽ വ്യക്തമാക്കിയത്. പ്രതിപക്ഷം പറയുന്നത് വൈകിപ്പിക്കരുത്, ഉടൻ കൊടുക്കണമെന്നാണ്. സർക്കാർ പറയുന്നത് പരിശോധിക്കാതെ കൊടുത്താൽ പിന്നെ തെറ്റു പറ്റും, പൊതുഖജനാവിന് നഷ്ടമെന്നാണ്. രണ്ടിനും ന്യായമുണ്ട്. പക്ഷേ ഈ ചർച്ചയുടെ ഇരയാകുന്നത് അർഹരായ സ്ത്രീകളാകരുത്. ഈ വിവരം നിങ്ങളുടെ നാട്ടിലെ അർഹരായ എല്ലാ സ്ത്രീകളിലേക്കും എത്തിക്കാൻ വീഡിയോ ഷെയർ ചെയ്യുക. നിങ്ങളുടെ സംശയങ്ങൾ കമന്റിൽ രേഖപ്പെടുത്തുക. പരിശോധന പൂർത്തിയാക്കി ഔദ്യോഗിക ഉത്തരവ് ഇറങ്ങുന്ന ഉടനെ ഞാൻ വീണ്ടും അപ്ഡേറ്റുമായി വരാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ അമർത്താനും മറക്കരുത്. എല്ലാ സ്ത്രീകൾക്കും സാമ്പത്തിക സുരക്ഷയും അന്തസ്സും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.